ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞങ്ങളുടെ ഒരു തരി മണ്ണ് നിനക്ക് കിട്ടില്ല. ഓഹോ, അത്രയ്ക്കായോടി നീ? മര്യാദയ്ക്ക് ഒപ്പിട്ട് തരാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പറയടി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇതാണ് പുരയിടം. ആ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അറിയാലോ, ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള. എല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്ത് ഒപ്പിടിക്കുന്നു, നമ്മൾ ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകുന്നു. പാർട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? തിരക്കുള്ള സാറിനെ പോലെ ഒരാളിനെ വിളിച്ചോണ്ട് വരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. സാർ വരൂ. ഇരിക്കും സാർ. അവരെ വിളിക്കേ. നോക്ക്, സാറിനാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. ഞങ്ങൾക്കും തിരക്കുകളുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നീക്കിയാൽ അതെല്ലാവർക്കും നല്ലതാ. രോഹിതേ, ഒരു കാരണവശാലും എഴുതി കൊടുക്കരുത്. ഇനി ഇതിന്റെ പേരിൽ ചാകേണ്ടി വന്നാലും ദേ ഇവർക്ക് ഇത് എഴുതി കൊടുക്കരുത്. മാറി നിക്കടാ. അത് പറയാൻ നീ ആരടി? ഇത് ഞങ്ങളും നിന്റെ ഭർത്താവ് രോഹിത്തും തമ്മിലുള്ള ഡീല. അതുകൊണ്ട് നിനക്ക് പറയാൻ ഇവിടെ ഒരു വോയിസും ഇല്ല. പിടിച്ചു മാറ്റ. അവൻ പറയട്ടെ, എഴുതി വാങ്ങിച്ചവൻ പറയട്ടെ. രോഹിത്തെ, വെറുതെ പെണ്ണിന്റെ വാക്കും കേട്ട് പണി മേടിച്ച് കൂട്ടല്ലേ നീ. നിന്റെ പേരിലേക്ക് ഇത് എഴുതി തരുമ്പോ നമ്മൾ തമ്മിൽ ഒരു വാക്കുണ്ടായിരുന്നു. എപ്പോ ആവശ്യപ്പെട്ടാലും നീ എനിക്ക് തിരിച്ചെഴുതി തരാമെന്നുള്ള വാക്ക്, ആ വാക്കാനുള്ള ഉറപ്പ്, ആ ഉറപ്പാണ് നീ വെറും കരിയില പറത്തി കളയണ പോലെ പറത്തി കളഞ്ഞത്. എന്റെ പേരിലേക്ക് നിങ്ങൾ രണ്ടാളും കൂടി എഴുതിച്ചതേ എനിക്ക് പുണ്യം കിട്ടാണെന്നും അല്ലല്ലോ. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കള്ളു കച്ചവടത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാ അകത്ത് പോയി കിടക്കാൻ ഒരാൾ വേണമായിരുന്നു അല്ലേ? നടത്തിപ്പുകാരെന്ന നിലയിൽ എന്നെ ജയിലിൽ കയറ്റാൻ ഒരേ ഒരു വഴി ഇതെന്റെ പേരിലേക്ക് ആക്കുക മാത്രമായിരുന്നു. അതിനുവേണ്ടിയാ ഇതെന്റെ പേരിലേക്ക് ആക്കിയത്. അത്രയും റിസ്കിൽ ഞാനിത് കാത്തു സൂക്ഷിച്ചിട്ട് ഒരു റിസ്കും ഇല്ലാതെ ഞാനിത് തിരിച്ചെഴുതി തരണമെന്നോ? എന്റെ ഈ ശരീരത്തിൽ ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചെഴുതിക്കാനാവില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? സാർ അവിടെ 2 മിനിറ്റ് മൊബൈലിൽ പാട്ടും കേട്ടിരുന്നോളൂ. 2 മിനിറ്റ്. ഇവനെ കൊണ്ട് ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എടാ, ഇവന്റെ നട്ടല് നോക്കി ഒരെണ്ണം കൂട്. വേണ്ട, അടിക്കല്ലേ. രോഹിത്തിനെ ഒന്നും ചെയ്യല്ലേ. ഉപേന്ദ്രൻ, നിങ്ങൾ ഇയാളെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? സാറൊന്ന് പിടയ്ക്കാതിരിക്കാവോ? നട്ടല് തകർന്ന് ഇന്നവരെ ആരും മരിച്ചിട്ടില്ല, തളർന്ന് കിടക്കത്തേ ഉള്ളൂ. ഇവന്റെ ഗതി അങ്ങനെ കിടക്കണമെന്നാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറയടാ, എഴുതി ഒപ്പിട്ട് തരാന്ന് പറയടാ. ഇല്ലടാ, ഞാൻ ഒപ്പിട്ട് തരില്ല.
എന്നെ നീ കൊല്ലില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നിന്റെ ലക്ഷ്യം ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ അങ്ങ് തളർത്തുക. അതിനുവേണ്ടി നീ കാണിക്കാവുന്നൊക്കെ അങ്ങ് കാണിക്കുക. എന്ത് സഹിക്കാനും ഞങ്ങൾ തയ്യാറാ. രോഹിത്തെ വിട്. എടി പറയടി, നിന്റെ കെട്ടിയവനോട് ഒപ്പിട്ട് തരാൻ പറ. ഇല്ല, ഏ? ഇനി ഞങ്ങളുടെ ഒരു തരി മണ്ണ് നിനക്ക് കിട്ടില്ല. ഓഹോ, അത്രയ്ക്കായോടി നീ? ദേ, മര്യാദയ്ക്ക് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പറയടി. എടി, പറയാൻ. നിർത്താൻ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇവരാരെങ്കിലും ഇവിടെ കിടന്ന് ചത്തുപോയാ എല്ലാവരും സമാധാനം പറയേണ്ടി വരും. ഹ്. ഇങ്ങനെ ബഹളം വെച്ചുള്ള പരിപാടിക്ക് എനിക്ക് കൂട്ടിക്കാനാവില്ല. ഞാൻ പോകുന്നു. മാറിക്കിടാൻ കൂടെ. വണ്ടി എടുക്ക. അയാൾ ഉടക്കെയാണോ പോകുന്നത്? ഏയ്, അയാൾ ഇനിയും കൊണ്ടുവരാം. പക്ഷേ അപ്പോഴേക്ക് ഒപ്പിടാൻ ഇവൻ തയ്യാറായി നിൽക്കണം. ഇവനെ നിർത്തണം. ദാ, അയാളെ ഞാൻ വിളിച്ച അയാൾ ഇനിയും വരും. അന്നേരം നീ സമ്മതിക്കണം. അല്ലെങ്കിൽ ഇതാ കണ്ടില്ലേ, ആ, ഇവർക്ക് നടുവിലേക്ക് ഞാൻ അങ്ങ് ഇട്ടുകൊടുക്കും. പിന്നെ അറിയാലോ. നടക്കടി അങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. അയ്യോ, അവളെ ഒന്നും ചെയ്യരുത്. പോ അങ്ങോട്ട്. എടാ, നീ ഒപ്പിട്ടതില്ലേ അവര് പലതും ചെയ്യും. ഭാര്യയുടെ മാനം കാത്തു സൂക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. പറഞ്ഞു കേട്ടോടാ. അങ്ങനെ വഴിക്കുവാ കൊണ്ട് പോറവനെ. ഒന്നുകൂടി ഇവരെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അയാളെ ഒരിക്കൽ കൂടി പൊക്കിക്കൊണ്ടുവരാം. അന്നത്തോടെ നമ്മൾ ഈ കേസിന് ഫുൾ സ്റ്റോപ്പ് ഇടും. ഇവനല്ല, ഇവന്റെ അപ്പുറത്തവനെ കൊണ്ട് ഞാൻ ഉപയോഗിക്കും. ഇത് ഉപേന്ദ്രനാ, ഒരു പാവ ഉപദ്രവകാരി.